എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ദ യൂണിവേഴ്സ് എന്നാണ് ഈ ഡ്രാമയുടെ പേര്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നൊരു ഡ്രാമയാണ്. അവന് എപ്പോഴൊക്കെ മഴ പെയ്യുന്നോ ആ സമയത്തൊക്കെ ഇവന് പനി വരാറുണ്ട്. അത് കുട്ടിക്കാലത്ത് അവനുണ്ടായ ഒരു ട്രോമ കാരണമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇവൻ്റെ സഹോദരൻ ഇവനെ ഒരു ഹോമിൽ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഒരു മഴ സമയമാകുമ്പോൾ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. എന്നാൽ ഒരിക്കലും ആ സഹോദരൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല, അവർ പറഞ്ഞിട്ടില്ല. ഇനിയുള്ള എപ്പിസോഡിലായിരിക്കും അവൻ്റെ ബ്രദർ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരുന്ന സമയത്തെല്ലാം അവന് പനി വരാറുണ്ട്. അപ്പോൾ ഒക്കെ അവൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്, അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് അവന് പനി വന്നപ്പോൾ ഈ പെൺകുട്ടി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ലവറാണിത്, അതായത് അവൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണിത്. ഇവർ രണ്ടുപേരും കൂടെയാണ് അവൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുകയാണ്. ഇവരെ പരസ്പരം നല്ല സുഹൃത്തുക്കളായി മാറുന്നുണ്ട്. പക്ഷേ ആ രാത്രിയാണ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൻ എപ്പോഴും പനി വരുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കായിരിക്കും. എന്നാൽ ഈ പ്രാവശ്യം അവന് പനി വന്നപ്പോൾ അവൻ നോക്കാനായിട്ട് അവളുണ്ടായിരുന്നു. രാത്രി ഫുള്ളും ഉറങ്ങാതെ അവന് വേണ്ടി കാവലായിട്ട് അവളുണ്ടായിരുന്നു. ഇവൻ പെട്ടെന്ന് ബോധം വന്ന സമയത്ത് അവൾ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് പനി കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കപ്പോഴാണ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇവൻ എന്ത് പ്രശ്നം വന്നാലും അവൾ അവൻ്റെ അടുത്തുണ്ടാവും, അതുപോലെ അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവനും അവളുടെ അടുത്തുണ്ടാവും. ഒരു ദിവസം ഇവൾ അവരെ കുട്ടിയെയും കൊണ്ട് ക്യാമ്പിൽ പോകുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നു. അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു കാട്ടിൽ അകപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് ഇവൻ അവളെ വന്ന് രക്ഷിക്കുന്നുണ്ട്. പരസ്പരം ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് ഇവരുണ്ടായിരുന്നു. ഡ്രാമ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ഓരോ കുസൃതികളും ഒക്കെ കാണാനായിട്ട് വളരെ രസമാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്